കൃത്യം 5 വർഷം മുൻപ് 2019 ഡിസംബറിൽ ഇതുപോലെ റെയിൽവേയും റെയിൽ കോർപ്പറേഷനും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സിന്റെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: ദ അലൈൻമെന്റ് ഇൻ തിരൂർ കാസർഗോഡ് സെക്ഷൻ ഈസ് പ്രൊപ്പോസ്ഡ് പാരലൽ ടു ദ എക്സിസ്റ്റിംഗ് റെയിൽവേ അലൈൻമെന്റ്. എ പോർഷൻ ഓഫ് ദ റെയിൽവേ ലാൻഡ് വിൽ ബി യൂസ്ഡ് ബൈ ദ പ്രൊപ്പോസ്ഡ് അലൈൻമെന്റ് വിത്ത് എ ട്രാക്ക് സെന്റർ ഓഫ് 7.8 meters. It was confirmed by the MD KRDCL that the cost of railway land used for the purpose can be adjusted towards the railway's share of equity in the SPV. അതായത് 5 കൊല്ലം മുമ്പ് റെയിൽവേയും റെയിൽ കമ്പനിയും തമ്മിലൊരു SPV, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കാമെന്നും തിരൂര് മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേയുടെ സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും ആ പണത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പണം, അതിൻ്റെ മൂല്യം എന്നുള്ളത് റെയിൽവേയുടെ ഷെയറായിട്ട് ഈ SPVയിലെ റെയിൽവേയുടെ ഷെയറായി കണക്കാക്കുമെന്നൊക്കെ 5 കൊല്ലം മുമ്പ് തീരുമാനിച്ചതാണ്. ആര് തീരുമാനിച്ചതാണ്? റെയിൽവേ തീരുമാനിച്ചതാണ്. അന്ന് റെയിൽവേ പ്രപ്പോസ് ചെയ്തതാണ്. അതിനുശേഷം ഗോൾ പോസ്റ്റ് മാറ്റിയത് റെയിൽവേ ആണ്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പറയുന്നു. പണ്ട് 5 കൊല്ലം മുമ്പ് ഇതായിരുന്നു റെയിൽവേയുടെ സ്റ്റാൻഡ്. അല്ല, അതെന്താ അറിയോ, ഈ റെയിലിന് വേണ്ടി റെയിൽവേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആകെ ചെയ്തത് കുറേ ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. ചർച്ച നടക്കുന്നുണ്ട്. ഒരു റെയിൽവേയുടെ ഒരു സെൻറ്റ് ഭൂമി, ഒരു 1/2 സെൻറ്റ് ഭൂമി വിട്ടുകൊടുക്കണമെങ്കിൽ എവിടുന്ന് സമ്മതം കിട്ടണമെന്നറിയോ? അത് ഇവിടെ ഈ കാണുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അത് തീരുമാനിക്കാനുള്ള അധികാരമില്ല. ഇങ്ങനെ പ്രപ്പോസലൊക്കെ വന്നാൽ ഓക്കെ നോക്കാം, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഫയൽ അങ്ങ് പോയാൽ പിന്നെ ആ ഫയൽ എവിടെ പോയിട്ടാണ് അതിന് കൺസെൻറ്റ് കിട്ടേണ്ടതെന്ന് നമുക്കറിയാഞ്ഞത് കൊണ്ടാണ്. റെയിൽവേയുടെ ഒരു തുണ്ടി ഭൂമി പോലും, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട് ലിങ്ക് റോഡ് പോയി മുട്ടുന്നത് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള റോഡിലാണ്. അത് റെയിൽവേൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു 1-2 വർഷം കഴിഞ്ഞാൽ ആ റോഡ് നിൽക്കാൻ പോവുകയാണ്. അവിടെ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായി ആ റോഡ് റെയിൽവേ എടുക്കാൻ പോവുകയാണ്. അവിടെ ബിൽഡിങ്ങുകൾ വരാൻ പോവുകയാണ്. അതിൻ്റെ പൈലിങ്ങൊക്കെ പണി തുടങ്ങി. അതായത് നമ്മുടെ പുഷ്പ തിയേറ്റർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അത് അനിഹാൾ റോഡിലൂടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ ചുറ്റി 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ മുന്നിലൂടെ വന്ന് ഓവർബ്രിഡ്ജിൻ്റെ അവിടെ കയറേണ്ട അവസ്ഥയിലേക്ക് പോകും. അതായത് നേരത്തെ ഉപയോഗിക്കാൻ കൊടുത്ത ഭൂമി പോലും റെയിൽവേ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. രണ്ടാമത്തതിൻ്റെ ഒരു പ്രശ്നം സാമ്പത്തികമാണ്. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത 25 വർഷം അമൃത് കാലത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മൊത്തം നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത് 1 ലക്ഷം കോടി രൂപയാണ്. ഈ 1 ലക്ഷം കോടി രൂപയാണ് ആകെ ഇന്ത്യയിൽ നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എത്ര കേരളത്തിന് കിട്ടും? പിന്നെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ നിങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കൂ. 300-400 കോടി രൂപയുടെ പണികൾ നടക്കുന്നു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കൂ. 300-400 കോടി രൂപയുടെ പണി നടക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഏതാണ്ട് 400 കോടി രൂപയുടെ പണി ആരംഭിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നു. ഈ കണ്ട 32 കേരളത്തിലെ 32 റെയിൽവേ സ്റ്റേഷനുകൾ എസ്കലേറ്ററും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വെച്ച് വിമാനത്താവളത്തിൻ്റെ മാതൃകയിൽ വികസിപ്പിക്കാൻ ഈ ഓരോ റെയിൽവേ സ്റ്റേഷനിലും 300-400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് റെയിൽവേ. 3ാമത്തെ ലൈനിന് വേണ്ടി റെയിൽവേ 10,000 കോടി രൂപ കേരളത്തിൽ നീക്കി വെച്ചിരിക്കുന്നു. 3ാമത്തെ ലൈന് തുടങ്ങാൻ പോവുകയാണ്. റെയിൽവേ സ്വയം തുടങ്ങാൻ പോവുകയാണ്. ഇത്രയും പണം റെയിൽവേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ആരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു നയാ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉറപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ചർച്ച നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, റെയിൽവേ ഇങ്ങോട്ട് പറഞ്ഞ പ്രോജക്റ്റാണ് ഇത്, ഒന്നാമത്തെ കാര്യം. 2, റെയിൽവേ ഇങ്ങോട്ട് സംബന്ധിച്ചതാണ് ഞങ്ങളുടെ ഭൂമി ഇതിനു വേണ്ടി ഉപയോഗിക്കാം, ആ ഉപയോഗിക്കുന്ന ഭൂമിയുടെ പണം ഞങ്ങളുടെ ഷെയറായി, ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലെ ഞങ്ങളുടെ ഷെയറായി കാണണം, ഇതൊരു സംയുക്ത സംരംഭമാണ്, ഇത് റെയിൽവേയുടെ പൊസിഷനാണ്. പിന്നെ ആരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ റെയിൽവേ ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. റെയിൽവേ ബോർഡ് അക്കാര്യം തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവർക്ക് DPR ഇതുവരെയും ബോധിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ റെയിൽവേ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണ് എന്ന ഒന്നാമത്തെ കാര്യം. 2, നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി സംസ്ഥാനത്തിന് അയച്ച കത്തുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ ഇതിന്റെ ഫിനാൻസിങ് എക്സ്പെഡിറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ 1 ലക്ഷം കോടിയാണ് ആകെ കേന്ദ്രം ചെലവഴിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം വായ്പ എടുത്തിട്ടാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ റോഡ് പണിയുന്നത് വായ്പ എടുത്തിട്ടാണ്. കേരളത്തിൽ റെയിൽ പണിയണമെങ്കിലും വായ്പ എടുത്തേ പറ്റൂ, അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പണവുമില്ല, കേന്ദ്ര സർക്കാരിന്റെ പണവുമില്ല. വായ്പ എടുക്കാനുള്ള പ്രക്രിയ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് കേന്ദ്ര ധനമന്ത്രി തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഗോൾ പോസ്റ്റ് മാറ്റിയതെന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അല്ല, അത് 2 കാര്യം പറയാം. ഒന്ന്, ആദ്യം പറഞ്ഞ കാര്യം,
റെയിൽവേ ഇങ്ങോട്ട് നോക്കൂ, റെയിൽവേയുടെ ഏറ്റവും അവസാനത്തെ റെയിൽവേയുടെ സംസാരം, അതായത് റെയിൽവേയുടെ ഭാഗം പത്രങ്ങളിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഈ നവംബറിൽ റിപ്പോർട്ട് ചെയ്തത് എന്താണ്? റെയിൽവേക്ക് ബോർഡ് ഗേജിനോടാണ് താല്പര്യം, അവർക്കും കൂടി ഉപകാരപ്രദമായ ഒരു സംവിധാനത്തിനോടാണ് താല്പര്യം. അങ്ങനെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കാം. അതാണ് റെയിൽവേയുടെ മനസ്സിലെ സങ്കല്പം. അതിനെ കൊണ്ടുപോയി സ്റ്റാൻഡേർഡ് ലൈനാക്കി നിങ്ങളുടെ ഭൂമി ഞങ്ങൾ എടുക്കും, എന്നിട്ട് ഞങ്ങൾ അതിലെ സ്റ്റാൻഡേർഡ് ഗേജിൽ വണ്ടി ഓട്ടും എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ? രണ്ടാമത്തെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതാണ് നിങ്ങൾ സാമ്പത്തികം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ എത്ര വായ്പ എടുക്കും അഭിലാഷ്? എത്രയാണ് ഇവർ വായ്പ എടുക്കാൻ പോകുന്നത്? എത്ര ശതമാനം? ഈ 1 ലക്ഷം കോടി രൂപയുടെ എത്ര ഇവർ വായ്പ എടുക്കും? ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ 90% വായ്പ, 3000 കോടി രൂപയാണ് അത്ര ആകെ നീക്കി വെക്കാൻ നിർദ്ദേശിച്ചത്. ഈ 1 ലക്ഷം കോടി രൂപയുടെ ഈ സംവിധാനത്തിന് 3000 കോടി രൂപ ബഡ്ജറ്റിൽ നീക്കി വെക്കാം എന്ന് എഴുതി പിടിപ്പിച്ചാൽ ഈ പൈസയൊക്കെ കടം വാങ്ങി ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? കാരണം ഇത് ഒരു എന്താ പറയുക, നല്ല സ്വപ്നമാണ്. പക്ഷേ ഇതിന് യാഥാർത്ഥ്യവുമായി വലിയൊരു ബന്ധമില്ല. അതുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇന്ന് പ്രത്യേകിച്ച് റെയിൽവേയുടെ ഈ കാര്യങ്ങൾ വായിച്ചപ്പോൾ ഒരു വിശ്വാസവും തോന്നുന്നില്ല.